സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട്. ശരിയാണ്, നമ്മുടെ ചാനലിൽ കുറേയധികം പ്രൊഡക്റ്റുകളുടെ അൺബോക്സിങ്ങും റിവ്യൂകളും ചെറപറ വരുന്നുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് ഉണ്ടാക്കേണ്ട ടൈപ്പ് കണ്ടന്റുകൾ പലപ്പോഴും ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഓരോ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച് ഓരോരോ ഡേറ്റുകൾക്കാവുമ്പോൾ ആ ദിവസങ്ങളിൽ ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ തന്നെ ഇടണം എന്നുള്ളതുകൊണ്ട് നമുക്ക് മറ്റ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ചെറിയ ഒരു ഗ്യാപ്പ് വന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ചാനൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബർ ബേസ് ആണ്. അതായത് നമ്മുടെ ചാനലിൽ ടെക്നോളജി ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, ടെക് ന്യൂസുകൾ കാണാനുള്ള ആൾക്കാരുണ്ട്, അതേപോലെ ഗാഡ്ജറ്റിൻ്റെ റിവ്യൂകൾ മാത്രം കാണാനായിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തമാശ അല്ലെങ്കിൽ മീം റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ രീതിയിലുള്ള ടെക് വീഡിയോസ് കാണാനുള്ള ആൾക്കാരുണ്ട്. അതല്ലാതെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ടിപ്സും ട്രിക്സും ഒക്കെ കാണാം. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ആൾക്കാരും ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോ ഇടുമ്പോഴും അത് എല്ലാ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല എന്നുള്ളതുകൊണ്ട് പലപ്പോഴും പല ആൾക്കാരും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ബ്രോ നമ്മൾക്ക് ഇൻഫർമേറ്റീവ് വീഡിയോസ് ആണ് വേണ്ടത്, അൺബോക്സിംഗ് അല്ല വേണ്ടത്, അൺബോക്സിംഗ് അല്ല ഇൻഫർമേറ്റീവ് ഇടുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾക്ക് ഇൻഫർമേറ്റീവ് അല്ല വേണ്ട, അൺബോക്സിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും തമ്മിൽ അവരുടെ ഇൻട്രസ്റ്റിൻ്റെ ക്ലാഷുകൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ടെക് ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്ന കുറേയധികം ടെക് ക്രിയേറ്റർമാരുണ്ട്, കുറേയധികം ടെക് ചാനലുകളുണ്ട്. ആ ചാനലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ആ ചാനൽ ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് ടെക് ചാനൽ നടത്തുന്ന ആൾക്കാരും മറ്റ് ടെക് ചാനലുകൾ കാണുന്നത് അവരുടെ കണ്ടന്റ് മോഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ധാരണയും, അതുപോലെ തന്നെ മറ്റ് ടെക് ചാനലുകൾ കാണാത്ത യൂട്യൂബേഴ്സ് ആണ് ഭയങ്കരമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള അങ്ങനെ കുറേ അധികം മിസ്കൺസെപ്ഷൻസ് അവരുടെ മൈൻഡിലുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാ ടെക് ക്രിയേറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വീഡിയോസ് കാണും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വേറെ ഏതെങ്കിലും ടെക് ക്രിയേറ്റർ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ വേറെ ഏതെങ്കിലും ടെക് ക്രിയേറ്ററിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ എല്ലാവരും അവരുടെയും ഇവരുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ന് ഞാൻ കാണുന്ന കുറേയധികം ടെക് ചാനലുകളും ഞാൻ എന്തുകൊണ്ട് ആ ചാനലുകളൊക്കെ കാണുന്നു എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. എന്നാലും ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പെട്ടിക്കകത്ത് ഞാൻ കാണുന്ന ടെക് ചാനലുകളുടെ എല്ലാം പേരുകൾ ചെറിയ പീസ് ഓഫ് പേപ്പറിൽ എഴുതി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ ഓരോ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഏത് ചാനലാണോ വരുന്നത് ആ ഒരു ചാനലിൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് ആ ചാനൽ കാണുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇനി ഇതെന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് വെച്ചാൽ, ഈ വീഡിയോ ചിലപ്പോൾ ഈ പറയുന്ന ചാനലുകളുടെ എല്ലാം ഫാൻസ് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യം ഒരു ചാനൽ പറഞ്ഞു, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ വേറൊരു ചാനൽ പറയുമ്പോൾ അവരാണ് ഏറ്റവും വലിയ ചാനൽ, ഈ ചാനൽ ഭയങ്കര ചെറുത് വലുത് അങ്ങനത്തെ താരതമ്യം വേണ്ട എന്നുള്ളതുകൊണ്ട് ഒരു യുണീക്കായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അസോർട്ടഡ് ആയിട്ട് ആർക്കും മുൻഗണനയോ പിൻഗണനയോ ഒന്നും നൽകാതെ എല്ലാവരും ഈക്വലായിട്ട് കാണണം എന്നെനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. സോ ഏറ്റവും ആദ്യത്തെ ക്രിയേറ്ററിനെ എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും? മിസ്റ്റർ പെർഫെക്റ്റ് ടെക്. ഓക്കെ, മിസ്റ്റർ പെർഫെക്റ്റ് ടെക് നമ്മുടെ നിതിൻ ബ്രോയുടെ ചാനൽ. മിസ്റ്റർ പെർഫെക്റ്റ് ടെക് ഈ ഒരു ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയത്, ഈ ചാനൽ കാണാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം വീഡിയോസ് എടുത്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്മാർട്ട് ഫോണിലാണ്. എനിക്ക് തോന്നുന്നു ശരിയാണോ എന്നറിയില്ല, നിതിൻ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോക്കോ F1 ആയിരുന്നു പുള്ളിയുടെ ഫോൺ എന്നുകൊണ്ട്. അതിലാണ് വീഡിയോസ് എടുത്തിരുന്നത്. പക്ഷേ പുള്ളിയുടെ വീഡിയോസ് കണ്ടുവെങ്കിൽ ഒരിക്കലും അത് സ്മാർട്ട് ഫോണിൽ എടുത്ത വീഡിയോ ആണ് എന്ന് പറയില്ല. കാരണം അത്തരത്തിലുള്ള വളരെ നല്ല ലൈറ്റിങ്ങും വളരെ നല്ല ബാക്ക്ഗ്രൗണ്ടും വളരെ നല്ലൊരു വൈഡ് ആയിട്ടുള്ള ആംഗിളും വെച്ചിട്ട് പക്ക ഒരു പ്രോപ്പറായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്. അതുപോലെ തന്നെ പുള്ളി ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്ന, ഏതൊരു ചെറിയ കാര്യം നടന്നു കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്ന ഒരു പുള്ളിയാണ് നമ്മുടെ നിതിൻ ബ്രോ. എനിക്ക് നിതിൻ ബ്രോനെ പരിചയമുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളിയുടെ ചാനൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ്, ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും സമാധാനമായിട്ട് എന്താ പറയുക ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിർത്തി പറയുന്ന ഒരു പ്രസൻറ്റേഷൻ രീതി, ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ചാനൽ കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ മൊത്തത്തിൽ എന്താ പറയുക എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് നമ്മുടെ നിതിൻ ബ്രോയുടെ ചാനൽ. ഇനി അടുത്ത ചാനൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. അപ്പോൾ അടുത്ത ചാനൽ പ്രതാപ് ജി ടെക്. ഓക്കെ, പ്രതാപ് ജി ടെക് എത്രയും പെട്ടെന്ന് 1 മില്യൺ അടിക്കാനുള്ള ചാനലാണ് നമ്മുടെ പ്രതാപ് ജി ടെക്. ഈ ഒരു ചാനലിൽ നമ്മുടെ പ്രതാപ് ചേട്ടൻ്റെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ടെക് ന്യൂസ് എന്നുള്ളൊരു പരിപാടി
കൊണ്ടുവന്ന ചുരുക്കം ചില ചാനലുകളിൽ ഏറ്റവും പെട്ടെന്ന് അപ്ഡേറ്റ് തരുന്ന ഒരു ചാനലാണ് പ്രതാപ് ജി ടെക്. അതായത് ടെക് ന്യൂസുകൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പണ്ട് തൊട്ടേ ചെയ്ത് വന്നിരുന്ന ഒരു ചാനലാണ്. എന്ത് നിസ്സാരമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ അത് ആ ഒരു ന്യൂസിൽ ഉൾപ്പെടുത്തി ചെയ്യും. അതേപോലെ സ്മാർട്ട് ഫോൺ റിവ്യൂസ് ആയിക്കോട്ടെ, ഗാഡ്ജറ്റ് റിവ്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ടൈപ്പ് ഓഫ് ചാനലും. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സാപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ചാനലാണ് പ്രതാപ് ജി ടെക്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ചാനലിൽ 2-3 വീഡിയോസിനിടയിലൊക്കെ പ്രതാപേട്ടൻ കമൻറ്റും ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ ടെക് ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്ന ചുരുക്കം ചില ചാനലുകളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു ചാനലാണ് നമ്മുടെ പ്രതാപ് ജി ടെക്. ഓക്കെ, ഇനി അടുത്ത ചാനൽ എന്ന് പറയുന്നത് ആരായിരിക്കും? ജയരാജ് ജി നാഥ്. ജയരാജ് ഏട്ടനെ പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഏകദേശം എത്ര 1.5 മില്യണിൽ കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ജയരാജ് ചേട്ടൻ്റെ ചാനൽ. എനിക്ക് ജയരാജ് ചേട്ടനെ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഒരിക്കൽ നമ്മുടെ ഇൻസ്റ്റയിൽ ലൈവ് ചെയ്തപ്പോൾ, ഒരു കൊളാബ് ലൈവ് ചെയ്ത സമയത്ത് ഞാനും ജയരാജ് ചേട്ടനും തമ്മിൽ കണ്ടിട്ടുണ്ട് ആ ലൈവിലൂടെ. അതേപോലെ ക്ലബ് ഹൗസിലാണെന്ന് തോന്നുന്നു, ക്ലബ് ഹൗസിൽ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമില്ല, ജയരാജ് ചേട്ടൻ എന്നെ അറിയുമെന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചാനൽ കാണാനുള്ള മെയിൻ കാര്യം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് കണ്ടമാനം ഗാഡ്ജറ്റ്സ് കിട്ടും. അതായത് ഏതൊരു ഗാഡ്ജറ്റ് ഇറങ്ങിയാലും അത് പുള്ളിയുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചാനൽ കാണാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയെങ്കിൽ അത് ആദ്യം അറിയണമെങ്കിൽ പുള്ളിയുടെ ചാനലിൽ തന്നെ പോകണം. ഇപ്പോൾ എന്ത് നിസ്സാരമായിട്ടുള്ള ഇവനിപ്പോൾ ഷവോമി അല്ലെങ്കിൽ നമ്മുടെ റിയൽമി ഒരു ടൂത്ത് ബ്രഷ് ഇറക്കിയപ്പോൾ പോലും നമ്മുടെ ജയരാജേട്ടൻ്റെ ചാനലിൽ അപ്പോൾ തന്നെ ആ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ജയരാജേട്ടൻ്റെ ചാനലിലെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഫസ്റ്റ് ഇംപ്രഷൻസ് അല്ലെങ്കിൽ അൺബോക്സിങ്സ് കാണണമെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട്, എനിക്ക് തോന്നുന്നില്ല പുള്ളി എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് ഇത്രമാത്രം. അതായത് എല്ലാ ദിവസവും പുള്ളി വീഡിയോ ഇടും. അതുപോലെ ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണെങ്കിലും ആ ലോഞ്ചിൻ്റെ ആ ഒരു സമയത്ത് തന്നെ വീഡിയോ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ വളരെ ഹാർഡ് വർക്കിംഗ്, അല്ലെങ്കിൽ വളരെ റെസ്റ്റ്ലെസ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ജയരാജേട്ടൻ്റെ ചാനൽ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ വേണമെങ്കിൽ പുള്ളിയുടെ ചാനൽ അത് ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത ചാനൽ ഏതാന്ന് നോക്കാം. അടുത്ത ചാനൽ മലയാളം ടെക്, നമ്മുടെ അജിത് ബ്രോവിൻ്റെ ചാനൽ. മലയാളം ടെക് ഈ ഒരു ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയത്, എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ടു തുടങ്ങിയ ഒരു ചാനലാണ് മലയാളം ടെക്. അന്നത്തെ കാലത്ത് ഈ സ്മാർട്ട് ഫോൺ റിവ്യൂസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് റിവ്യൂകളായിക്കോട്ടെ, ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിക്കോട്ടെ, ഇതൊക്കെ അത്യാവശ്യം നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിൽ MKBHയുടെ ഒക്കെ വീഡിയോ ഉണ്ട്. ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുന്ന ചാനലുകളിൽ ചുരുക്കം ഒരു ചാനലാണ് നമ്മുടെ അജിത് ബ്രോവിൻ്റെ ഈ ഒരു മലയാളം ടെക് എന്ന് പറയുന്ന ചാനൽ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലും കൂടെയാണ് ഈ ഒരു മലയാളം ടെക്. ഇനി എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഞാൻ എന്തുകൊണ്ട് ഈ ചാനൽ കാണുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പല ഷോട്ടുകൾ, ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം അജിത്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ വളരെയധികം നോക്കുന്ന ഒരു ഇത് എനിക്ക് കാണുന്നത്. കാരണം വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അറിയാം, അതായത് ഓരോ റോൾസ് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, ആ ഷോട്ടൊക്കെ നല്ല പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൈനൽ വീഡിയോ ഔട്ട്പുട്ടിൽ ഒരു പെർഫെക്ഷൻ വരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോസാണ് നമ്മൾ കാണാറ്. ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റിയിലായിക്കോട്ടെ, വീഡിയോ ക്വാളിറ്റിയിലായിക്കോട്ടെ. ഇപ്പോൾ നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോൾ പോലും ഈ ഷോട്ട് എങ്ങനെ ഇരിക്കും, ആ ഷോട്ട് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് അങ്ങനത്തെ, ഇപ്പോൾ അജിത്തിൻ്റെ പല സ്മാർട്ട് ഫോൺ റിവ്യൂസിൻ്റെ വീഡിയോസിൻ്റെ തംബ്നെയിൽസും അതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ പല ക്യാമറ ആംഗിൾസിൻ്റെ ഷോട്ട്സൊക്കെ അറിയാനും എങ്ങനെ നമുക്ക് ഒരു ക്വാളിറ്റിയിൽ വീഡിയോസ് ട്രാൻസിഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുന്നൊരു ചാനലാണ്. പക്ഷേ കുറേ നാൾ ഗ്യാപ്പ് എടുത്തു, അതിൻ്റെ റീസൺസൊക്കെ അജിത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ടായി. പക്ഷേ വീണ്ടും ഇപ്പം അതേ തിരിച്ച് പുതിയൊരു സ്റ്റുഡിയോ ആയിട്ട് അജിത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ടീസറൊക്കെ ഞാൻ കണ്ടു. ട്രെയിലർ അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽഡ് സ്റ്റുഡിയോ ടൂർ അധികം വൈകാതെ ജനുവരിയിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആ ഒരു ടീസർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്കും അത്തരത്തിലൊരു സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളം ടെക് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കാണുന്നത്. ഇനി അടുത്ത ചാനൽ ആരാണ് എന്ന് നോക്കട്ടെ. കുറേ അധികം ചാനൽ ഞാൻ കാണാറുണ്ട് കേട്ടോ. ടെക് ടോക്ക് ബൈ ഹരീഷ്, നമ്മുടെ ഹരീഷ് ഏട്ടൻ്റെ ചാനൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ ഒക്കെ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ, അമ്മാതിരി ഇരിക്കും. അതായത് ഇപ്പോൾ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഈവൻ സൗണ്ട് ഡിസൈൻ വരെ. പുള്ളി ആക്ച്വലി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈനും എല്ലാം പ്രോപ്പർ. പുള്ളിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇരുന്ന് ഷൂട്ട് ചെയ്ത ഒരു തട്ടിക്കൂട്ട് പരിപാടി ഒന്നും ഒരു വീഡിയോയിലും കാണില്ല. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, റെൻഡർ ചെയ്ത്, എഫക്റ്റുകളൊക്കെ എടുത്ത്, എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോസ് പക്കയാണ്. ഈവൻ
ചെറിയ ഈ റീസെൻ്റായിട്ട് ക്യാമറ സ്ട്രാപ്പിൻ്റെ ഒരു റിവ്യൂ ഇട്ടുണ്ടായി. എനിക്ക് തോന്നുന്നില്ല ക്യാമറ സ്ട്രാപ്പിൻ്റെ റിവ്യൂ ഇത്ര മനോഹരമായിട്ട് ഇത്ര ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല പക്കയായിട്ട് ചെയ്തിരിക്കുന്ന വേറൊരു വീഡിയോ ഉണ്ടെന്ന്. ഈവൻ ക്യാമറ സ്ട്രാപ്പിൻ്റെ വീഡിയോയിൽ പോലും ആ ഒരു ഡെഡിക്കേഷൻ കാണിക്കുന്ന ഒരു ടൈപ്പ് ചാനലാണ്. എനിക്ക് ഈ ഒരു ഹരീഷ് ചേട്ടൻ്റെ ചാനലിൽ നിന്ന് തന്നെയാണ് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഈവൻ ഈ ആപ്പിച്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് അറിഞ്ഞതും, ഡയറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ് മൈക്രോഫോൺസ് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതും പുള്ളിയുടെ ചാനലിൽ നിന്ന് തന്നെയാണ്. ലൈറ്റിംഗ് എങ്ങനെ ചെയ്യണം, അതായത് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ലൈറ്റിംഗ് സെറ്റപ്പ് പോലും പലതും ഇൻസ്പയർ ആയിരിക്കുന്നതും ഹരീഷ് ചേട്ടൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. ഈവൻ ഞാൻ എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ വീഡിയോ ചെറിയ ലൈറ്റുകൾ വെച്ച് ചെയ്തപ്പോഴും അതിൻ്റെ അടിയിലും ഹരീഷ് ചേട്ടൻ്റെ വീഡിയോ കോപ്പി അടിച്ചിട്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ട്. ആക്ച്വലി കോപ്പി അടിച്ചിട്ടല്ല, ഹരീഷ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു, ആ ഒരു കാര്യം നമ്മൾ ശ്രമിച്ചു നോക്കി എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്, ലൈറ്റിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വീഡിയോസ് എങ്ങനെ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, പെർഫെക്ഷൻ എന്താണ് എന്നറിയണമെങ്കിൽ പുള്ളിയുടെ ചാനൽ നോക്കണം. ഇനി അടുത്ത ഞാൻ കാണുന്ന ചാനല് ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം, നമ്മുടെ അമൽ ബ്രോൻ്റെ ചാനൽ. ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എനിക്ക് തോന്നുന്നു അമലുമായിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തേക്ക് കൂടുതലുള്ള പരിചയമുണ്ട് ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം. ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം ചാനലിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 800K സബ്സ്ക്രൈബേഴ്സ് ആയി. ശരിക്കും പറഞ്ഞാൽ കുറേ മുന്നേ ആവേണ്ടതാണ് 800K സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ പുള്ളിയുടെ വീഡിയോസും ഇതേപോലെ തന്നെ ഞാൻ അജിത്തിൻ്റെ മലയാളം ടെക്കിൻ്റെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് ക്വാളിറ്റിക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുക്കുന്ന ഒരു ചാനലാണ്. ഇപ്പോൾ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിൽ പലപ്പോഴും ഞാൻ വീഡിയോസ് കണ്ടിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. പല ഷോർട്ടുകൾ, ഈ ഫോണിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റിൻ്റെ ഷോർട്ടുകൾ, ലൈറ്റ്, പിന്നെ ആ ഒരു അൺബോക്സിങ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ ഡെസ്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ സെറ്റപ്പ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയും, പിന്നെ അതേപോലെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാനും വേണ്ടി. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഈ പുറകിൽ വെച്ചിരിക്കുന്ന ഈ ഷെൽഫില്ലേ, ഈ ഷെൽഫും ഞാൻ അമലിൻ്റെ വീഡിയോയിൽ സ്റ്റുഡിയോ സെറ്റപ്പിൽ കണ്ടപ്പോൾ ഞാൻ ബാക്കിൽ ഈ ഷെൽഫ് ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിലും ചെറിയ 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 ഇൻസ്പിറേഷൻസ്, ഈ പ്രൊഡക്റ്റ് ഷൂട്ടിംഗ് ഐഡിയാസ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിനെന്തോ പേരുണ്ടല്ലോ, ആർട്ടിഫാക്ട്സ് എന്നോ, പ്രോപ്സ്, അത് തന്നെ, പ്രോപ്പ് ഐഡിയാസും കാര്യങ്ങളൊക്കെ. പിന്നെ തമ്പനയിൽ ക്ലീൻ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാനായിട്ടൊരു മിനിമലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എന്ന അമലിൻ്റെ ചാനൽ കാണുന്നത്. എന്തായാലും ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ഇട്ട് കളിക്കാറുണ്ട്. അത് പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുമുണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ഞാൻ കാണുന്നത് മൂന്ന് ചാനലും കൂടി ഉണ്ട് കേട്ടോ, 3 ചാനലും കൂടിയുണ്ട്. ഇനി അടുത്ത ഞാൻ കാണുന്ന ചാനൽ ഏതാണ് എന്ന് വെച്ചാൽ അഡോബിക്സ്, നമ്മുടെ ഫവാസിൻ്റെ ചാനൽ, ഫവാസ് ഫാസി. അഡോബിക്സ് ഈ ചാനലും ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ അഡോബിക്സ് എന്ന ചാനലിനെ കുറിച്ച് ഞാൻ ആദ്യം കേട്ടത് യൂട്യൂബിലൂടെ അല്ല, ടിക്ടോക്കിലായിരുന്നു. പുള്ളി ടിക്ടോക്കിൽ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടിക്ടോക്കിലൂടെയാണ് എനിക്ക് ഈ ചാനലിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഫവാസ് ബ്രോൻ്റെ ചാനൽ ഞാൻ കാണുന്നത് ആക്ച്വലി ഈ അൺബോക്സിങ് റിവ്യൂനൊന്നുമല്ല, ടിപ്സ്, ട്രിക്സ്, അങ്ങനത്തെ ടിപ്സ്, ഇപ്പോൾ വാട്സപ്പിൻ്റെ ട്രിക്സ്, അതിൻ്റെ ട്രിക്സ്, അങ്ങനത്തെ ട്രിക്സ് ആൻഡ് ടിപ്സ് തരുന്ന ഒരു ചാനലാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുള്ളിയുടെ തംബ്നെയിലുകളാണ്. പുള്ളിയുടെ വീഡിയോസ്, ഏത് വീഡിയോയുടെയും തംബ്നെയിൽ എടുത്ത് നോക്കിക്കോ, ആ തംബ്നെയിൽ ഉണ്ടാക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ദിവസത്തിൻ്റെ എഫേർട്ട് ഉണ്ടാവും. ആ ഒരു രീതിയിൽ, അതായത് തംബ്നെയിലകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റിങ്, ഗ്രേഡിയൻറ്റ്, അതിനകത്ത് ചെറിയ ചെറിയ എലിമെൻറ്റ്സ്, ഗ്രാഫിക്സ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന. ഇപ്പം ഞാൻ ആ ഒരു രീതിക്ക് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു ദിവസം എന്തായാലും എടുക്കും. അപ്പോൾ ഒരു തംബ്നെയിലിൽ പോലും ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന, തംബ്നെയിൽ മാത്രമല്ല വീഡിയോയുടെ അകത്ത് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ആയിക്കോട്ടെ. സ്റ്റുഡിയോ സെറ്റപ്പിൽ തന്നെ എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. പുള്ളി ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് സെറ്റപ്പ്. ഡെസ്ക് ആയിക്കോട്ടെ, വയേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആയിക്കോട്ടെ, ആ ഒരു റൂം ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര പ്രോപ്പർ. ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു സാധനം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം മെസ്സായിരിക്കും. പിന്നെ അതിൻ്റെ പുറകെ അത് റെഡിയാക്കണം, കുറേ വയർ അവിടെ ഇവിടെയൊക്കെ ടാങ്കിളായിട്ട്. ഏകദേശം ഇപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ച് ക്ലീൻ സെറ്റപ്പ് ഞാൻ ചെയ്ത് വരുന്നത്. ഇപ്പോഴും വലിയ ക്ലീനൊന്നും അല്ല. അപ്പോൾ ആ ഒരു കാര്യവും എനിക്ക് ഈ അഡോബിക്സ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും ഞാൻ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കാണുന്ന ഒരു ചാനലാണ് അഡോബിക്സ്. ഇനി 2 ചാനലും കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ഞാൻ കാണുന്ന ചാനൽ ഏതാണെന്ന് നോക്കട്ടെ. മല്ലു ഡിസ്കവറി TV. പലർക്കും ഹാക്കർ അണ്ണൻ എന്നുള്ള പേരിലായിരിക്കും അറിയാവുന്നത്. മല്ലു ഡിസ്കവറി TV എന്ന് പറഞ്ഞ ഈ ചാനൽ ഫർഹാൻ ബ്രോൻ്റെ ചാനൽ. ഫർഹാൻ ബ്രോയും ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങൾ. ഫർഹാൻ ബ്രോൻ്റെ ചാനൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ചാനലാണ്. പക്ഷേ
പുള്ളിയുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഇൻ്റർനെറ്റിൽ നമുക്ക് സേഫ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും, അങ്ങനത്തെ സേഫ്റ്റി കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഫോണിലായിക്കോട്ടെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇത്തരത്തിലുള്ള ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് പുള്ളി ഇടാറുണ്ട്. ഈവൻ നമ്മുടെ അഷ്കർ ടെക്കിൻ്റെ ചാനലൊക്കെ ഹാക്കായി പോയ സമയത്തൊക്കെ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ നമുക്ക് അങ്ങനെ ഹാക്ക് ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കി വളരെയധികം പോപ്പുലറായി, വളരെയധികം വൈറലായി കുറേയധികം വീഡിയോസ്. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ ചാനൽ കാണുന്നത് അതിന് വേണ്ടിയാണ്. പിന്നെ പുള്ളി കുറേയധികം റിവ്യൂസ്, ഇപ്പോൾ മൈക്രോഫോൺസിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഗിംബലിൻ്റെ റിവ്യൂസ്, മൈക്രോഫോൺസിൻ്റെ റിവ്യൂസ്, പിന്നെ നമ്മൾ നോർമലി ഈ ഒരു ടെക് ഇൻഡസ്ട്രിയിൽ കാണാത്ത കുറേയധികം കുട്ടി ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ റിവ്യൂസും പുള്ളി ഇടാറുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക് ടിപ്സ്, ട്രിക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പുള്ളി വളരെ മിനിമൽ ആയിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ എന്താ പറയുക, ഒരു വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമല്ല. പുള്ളി തന്നെ സെൽഫായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടേബിള്, അതേപോലെ ബാക്ക് ഡ്രോപ്പ്, ഈ കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ ഇരുന്ന് റെഡിമെയ്ഡ് മേടിച്ചൊന്നുമല്ല, പുള്ളി തന്നെ ഹാർഡ്വെയറും ഈ ഒരു കാർപ്പൻട്രി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റപ്പാക്കി. അപ്പോൾ എനിക്ക് DIY എന്നുള്ളൊരു രീതിയിലും ഭയങ്കര അധികം ഇഷ്ടമായിട്ടുള്ളൊരു ചാനലാണ് നമ്മുടെ ഫർഹാൻ ബ്രോൻ്റെ മല്ലു ഡിസ്കവറി ചാനൽ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ചാനലും കൂടി ഉണ്ട്. ഈ ചാനൽ കോൾ മീ ഷസാം. എനിക്കറിയില്ല കേട്ടോ, പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാനും ഷസാമും തമ്മിൽ റൈവൽസ് ആണ്, ഞങ്ങൾ ഭയങ്കര അടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. ആക്ച്വലി അല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായത്. സത്യം ഞങ്ങളും ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ഷസാം ബ്രോ നമ്മുടെ ചാനൽ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാനും പുള്ളിയുടെ ചാനൽ കമൻറ്റ് ചെയ്യാറുണ്ട്. പുള്ളി ഈ ഷസാം ബ്രോൻ്റെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത് ഡെഫിനറ്റ്ലി ഞാൻ ഇൻസ്റ്റയിലൂടെയാണ് കണ്ടു തുടങ്ങിയത്. ഈ സ്മാർട്ട് ഫോൺസിൻ്റെ രീതിയിലെ കോൺവെർസേഷൻസ്, ഓരോ ഫോണുകൾ തമ്മിലുള്ള ഓരോ ന്യൂസുകളും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വൈൻസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പുള്ളിയാണ്. പിന്നെ ഡെഫിനറ്റ്ലി ടെക് ന്യൂസ് എന്താ പറയുക, ഒരു ബയസ്ഡ് അല്ലാതെ ടെക് ന്യൂസ് ഉള്ള കാര്യം ഉള്ള പോലെയൊക്കെ പറയുന്ന രീതിക്ക് ചെയ്യുന്ന ഒരു ചാനലാണ്. വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ടെക് ന്യൂസുകൾ ഇട്ട് പോകുന്ന ഒരു ചാനലും കൂടിയാണ്. അപ്പോൾ ടെക് ന്യൂസുകൾ അറിയാനായിട്ട് നമ്മൾ ചാനൽ കാണാറുണ്ട്. അതേപോലെ പുള്ളിയുടെ കുറച്ച് സ്കെച്ചസ്, ഈ ഫണ്ണി ആയിട്ടുള്ള സ്കെച്ചുകളും കാര്യങ്ങളും, ആക്ച്വലി പുള്ളിയുടെ എൻറ്റയർലി ടെക് ചാനലല്ല, പലതരം വീഡിയോസ് ഇടാറുണ്ട്, ലൈക്ക് മൂവി റിവ്യൂസ് അത് ഇതുമൊക്കെ. എന്നാലും ടെക്കിൻ്റെ രീതിക്കായിട്ടുള്ള കുറേയധികം സ്കെച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത് അതും വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഞാൻ പുള്ളിയുടെ ചാനലിൽ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ 2021 സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടെക് ചാനലുകൾ. വേറെയും കുറേ ചാനലുകളൊക്കെ ഉണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് കാണുന്നവർ ഇവരൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ പല ആൾക്കാർക്കും ഈ ഇതിൽ പറഞ്ഞ പല ചാനലുകളും എല്ലാ ചാനലുകളൊക്കെ അറിയുന്നവരും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റർ ഈ ഒരു വീഡിയോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോസും കണ്ടൻസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാം, കാരണം വളരെയധികം ഇൻസ്പയറിങ്ങും കൂടെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു ഇൻഫർമേറ്റീവ് ടെക് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ജോളിയായിട്ട് നമ്മളൊന്ന് തമ്മിൽ സംസാരിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇട്ടതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.